ചെയ്തിട്ടില്ലല്ലോ പഴയ ടെക്സ്റ്റ്. Find the equation of line joining A13 B00 using determinant. അതുകൊണ്ട് ഇക്വേഷൻ ഓഫ് ദി ലൈൻ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണം. എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? ഡിറ്റർമിനന്റ് യൂസ് ചെയ്തുകൊണ്ട്. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തേ. എ സി ഓൺ ആയാടാ? ചൂടെടുക്കണം. എന്താ ആ തണുപ്പ് വന്നില്ലേ ചെറുതായിട്ട്? എന്റെ എ സിയാ? അതാ വീഡിയോ ഓണാക്കി ഓണായല്ലേ നോക്കണം. ജോയിനിങ് A1,3 B0,0 using അപ്പൊ നോക്കിട്ട് ഇവിടെ രണ്ട് പോയിന്റ്സുകൾ ഉണ്ട്, A13 B00. അപ്പൊ നോക്കിക്കേ, ഈ രണ്ട് പോയിന്റ്സ് വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെ? രണ്ട് പോയിന്റ്സ്, രണ്ട് വെർട്ടിക്സ് വെച്ചിട്ട് രണ്ട് പോയിന്റ്സ് വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇക്വേഷൻ ഓഫ് ദി ലൈൻ ജോയിനിങ് ദീസ് ടു പോയിന്റ്സ്. ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണം, അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ മറ്റേ ട്രയാങ്കിളിന്റെ ഇക്വേഷൻ ഇല്ലേ, കണ്ടുപിടിക്കുന്ന ഫോർമുല, ആ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കും. കാരണം ഇവിടെ രണ്ട് പോയിന്റ് ആയതുകൊണ്ട് ഏരിയ എന്തായിരിക്കുള്ളൂ? 0 ആയിരിക്കുള്ളൂ. എന്നിട്ട് നമ്മൾ അത് സോൾവ് ചെയ്തിട്ട് ഇക്വേഷൻ ഓഫ് ദി ലൈൻ കാണും. അപ്പൊ ഫസ്റ്റത്തെ നമ്മൾ എന്തായിരുന്നു ഫോർമുല? എന്തായിരുന്നടാ? ബാക്ക് ട്രയാങ്കിളിന്റെ ഏരിയ ആണല്ലോ ഫോർമുല. പറ. അവൻ പറയാൻ നിന്നോട് കേൾക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അവരോട് ചോദിച്ചാ പോരെ. ഇന്നലെ പഠിച്ചാള. എന്ത്? ഞാൻ 2 ദിവസം മുമ്പാണ് വന്നത്. ഹാഫ് x1 y1 1. അതെ. അപ്പൊ നോക്കി ഇവിടെ രണ്ട് പോയിന്റ്സ് ഉള്ളല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റത്തെ നമ്മള് x1, അപ്പൊ ഇതെന്താ? x1 y1. ഇതെന്താ? x2 y2. അപ്പൊ ആദ്യം നമ്മൾ എന്താ? x1 1 3 പിന്നെന്താ 1 ഓണായി. കറണ്ട് വന്ന ഓക്കെ. 1 3 1. പിന്നെ അടുത്തതാ 0 0 1. അടുത്ത ഇതില് നമ്മൾ എന്ത് ചെയ്യണം? x by 1. എന്തോ? ഇതിപ്പോ ഇവിടത്തെ ഓർഡർ മാറിയാലും കുഴപ്പമില്ല കേട്ടോ. അത് അവസാനം ഹാഫ് ഉണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 0. 1/2. അല്ല, നമ്മള് ഇത് സോൾവ് ചെയ്യാം. ഇത് നിങ്ങൾ അകത്തോട്ടൊക്കെ എടുത്ത് സോൾവ് ചെയ്തിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു 0 ഇക്വേഷൻ ആയിരിക്കും കിട്ടണത്. ആ ഇക്വേഷൻ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അല്ലാണ്ട് 1/2 ആദ്യം അങ്ങോട്ട് കൊണ്ടുപോകണേ കൊണ്ടുവയ്ക്കും, കുഴപ്പമില്ല. കിട്ടിയ y = 3x. അപ്പൊ ഇതാണ് എന്ത്? ഇക്വേഷൻ ഓഫ് ദി ലൈൻ ജോയിനിങ് ദീസ് ടു പോയിന്റ്സ്. ഇനി ഇതിന്റെ തന്നെ ഒരു പാർട്ട് ഉണ്ട്. അതിന്റെ അകത്ത് എന്താ പറഞ്ഞേക്കണത്? ഫൈൻഡ് k if d of k0 is a point such that area of the triangle is 3 square unit. അതായത് നമ്മൾ വേറൊരു പോയിന്റ് ഉണ്ട് C എന്ന് പറയുന്നത്. ആ പോയിന്റ് എന്താ? C അല്ല, D ട്ടാ. ആ പോയിന്റ് d of k, 0 ആണെങ്കിൽ
ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വരും? 3 cm² വരും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂസ് കെ. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈക്വൽ ടു എന്ത് വരും? 3 പ്ലസ് ഓർ മൈനസ് വരുമോ? മനസ്സിലായായിരുന്നു ഇതിക്ക്? ഏതാ? അത് നമ്മളുടെ ഏരിയ. ഇവര് പറഞ്ഞേക്കുന്ന ഇത് വെച്ചിട്ട് ഏരിയ എന്നാ പറഞ്ഞേക്കുന്നത്. ആ ഏരിയ കൊണ്ടിട്ട് +or-3 വന്നേക്കണം. ചിലപ്പോ വെർട്ടിക്സിന്റെ എന്തെങ്കിലും ഇവിടത്തെ കെ ചിലപ്പോ എന്താ പോസിറ്റീവ് നെഗറ്റീവ് ആകാം. ആ ഒരു ഇത് വെച്ചിട്ടോ. എന്തൊരു പൂച്ചയുടെ സൗണ്ട് കേൾക്കണം. പൂച്ചയാണോ കൊച്ചാണോ? എന്ത് ചെയ്യണം? ഇക്വേഷൻ എന്താവും അപ്പൊ? ലാസ്റ്റത്തെ മാത്രം എന്താവും? ഈ വെർട്ടെക്സ് എന്താവും? x3/3 ആവും. അപ്പൊ ഇവിടത്തെ x3ക്ക് വരെ നമ്മൾ ആരെ കൊടുക്കണം? k കൊടുക്കണം. ഇവിടെ എന്ത് വരും? 0 വരും. ഡി തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനില്. തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യന്റെ ബാക്കി ഭാഗത്ത് ഈ ഡി തന്നിട്ടുണ്ട്. പിന്നെ 3 cm² ആണ് ഏരിയ എന്നും പറഞ്ഞിട്ടുണ്ട്. ഏത്? അതില് പറ്റില്ല. കാരണം അതില് നമ്മൾ എന്താ എടുത്തത്? ഏരിയ 0 അല്ലേ എടുത്തത്. ഇവിടെ ഏരിയ 3² cm ഓൾറെഡി തന്നിട്ടുണ്ട് അവര്. അന്ന് വെച്ചാൽ കെയുടെ വേരിയബിൾ ചിലപ്പോ പ്ലസ് ഓർ കെ ചിലപ്പോ വെർട്ടെക്സ് ചിലപ്പോ മൈനസ് നെഗറ്റീവ് ആവും പോസിറ്റീവ് ആവും. അതുകൊണ്ടാണ് നമ്മൾ +or-3 ഇട്ടത് അവിടെ. ഇങ്ങനെന്താ പറയുന്നത്? d of k, 0 അല്ലേ? which is equal to 3. സോൾവ് ചെയ്ത് +or-3. ഒരെണ്ണം +or-2 പിന്നെ നിനക്ക് മനസ്സിലായാ? ഒരെണ്ണം കൂടി ചെയ്യുമ്പോ ശരിയാവും. +or-2. അതെന്താണ് അവിടെ +or-- ഇട്ട് കൊടുത്തത്? നമ്മൾക്ക് -3k/2 +or-3. ഇത് +or-6 ആണ്. അങ്ങനെയാണ് റൂള് തന്നിരിക്കുന്നത്. വാല്യൂ കണ്ടുപിടിക്കുന്നത് +or-- ആയിട്ട് എടുക്കണം. അങ്ങനെ എന്താവും പറഞ്ഞ 3 അല്ലേ? അവനത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. നിങ്ങൾക്ക് ലാസ്റ്റ് ഇങ്ങനെയാണ് കിട്ടിയ -3k/2 is equal to +or-3. -3k ഇതപ്പുറത്തോട്ട് എടുക്കുമ്പോ എന്താ? ഇത് × 2/3 വരും.
അതെന്താ സംഭവം എന്നാ, ഇവിടെ നമുക്ക് പ്ലസ് ആവും മൈനസ് ആണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ ഇപ്പൊ ഇത് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഈ നെഗറ്റീവ് കട്ട് ആയി പോയാനെ, മനസ്സിലായോ? പോസിറ്റീവ് ആണെങ്കിലോ നെഗറ്റീവ് വന്നാലും, പക്ഷെ നമുക്ക് അത് അറിയില്ല എന്താന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ +or-2 നമ്മൾ ഇട്ടേച്ചേക്കണം. ഇതടാ ഈ 3 ഇപ്പുറത്തോട്ട് എടുത്ത് എവിടാ, അത് ഞാനിപ്പോ കാണിച്ചു തരുന്ന. ഇവിടെ +or- മൈനസ് ഉണ്ട്, +or- ഈ മൈനസ് ഇത് മനസ്സിലായോ? അവനത് മനസ്സിലായിട്ടില്ല തോന്നുന്നു. നിന്നെ ഇപ്പൊ വോളിൽ വിളിച്ച് ചെയ്യിപ്പിക്കാട്ടോ, ഒരു രസം. അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. Find the equation of the line joining 1, 2 and 3, 6 using determinant. Find the equation of the line joining 1, 2 and 3, 6 using determinants. 1, 2 and 3, 6. Using determinants. കിട്ടിയോ? എത്ര കിട്ടി? 2x -1 രണ്ട് സൈഡ്. എത്ര കിട്ടി? 3 നെഗറ്റീവ് മാറിപ്പോയി. നിങ്ങളുടെ സഫിക്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും -1 റോൾസ് പവർ അത് വെച്ചിട്ടായിരിക്കും. നെഗറ്റീവ് പോസിറ്റീവ് മാറിപ്പോയി ചിലപ്പോ തെറ്റും. 1, 1, 1 വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്തോ? ആൻസർ സെയിം ആയിരിക്കുള്ളൂ. ആ 2x minus y equal to 0. നിനക്ക് കിട്ടിയാ? നിനക്ക് കിട്ടിയാ?
അപ്പൊ ഇത് ഹാഫ് ആയിട്ട് 2x minus x. plus 1 into 3y. ഈ first one. 1 into 6 minus y. Minus 2. ഇവിടെ പ്ലസ് 2x അല്ലേ ആവണ്ടേ കുട്ടി? -2 ന് -x. എന്താ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് മാറിപ്പോയി. എത്ര കിട്ടിയ ആൻസർ? 2x. -y. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 35 സ്ക്വയർ യൂണിറ്റ്സ് 35. with vertices 2, -6, 5, 4, k, 4. Find the value of the k. മതി. വേണ്ട, അതിന് വാല്യൂ ഉണ്ടല്ലോ. ഇപ്പൊ 2 -6 1 5 4 1 k 4 1 1/2 കിട്ടിയ ആൻസർ. എത്ര വട്ടം കിട്ടിയോ? ആർക്കാ കിട്ടിയത്? എന്തായാലും പ്ലസ് ഓർ മൈനസ് 35 കേട്ടോ. പ്ലസ് ഓർ മൈനസ് അങ്ങനെ അടക്കേ. ആ കിട്ടിയോ? കഴിവല്ല. -2 കിട്ടി. -12 -2. അത് നോക്കണ്ട, നിങ്ങൾ ചെയ്തോ. Plus or minus 2. Plus or minus 2, -2. പിന്നെ രണ്ടാമത്തെ 12. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണേ? ഇക്വേഷൻ കിട്ടിയില്ലേ നിങ്ങൾക്ക്? പ്ലസ് ഓർ മൈനസ് വരെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിന് മൈനസ് വാല്യൂ കൊടുക്കുക, ഒരെണ്ണം പ്ലസ് വാല്യൂ കൊടുക്കുക. ആ, കേസ് 1 കേസ് 2 ആയിട്ട് ചെയ്യാം. അപ്പൊ ഫൈനലി നമുക്ക് ഇങ്ങനെ കിട്ടും 25 - 5k is equal to 35 എന്ന് കൊടുക്കണം. പിന്നെ എന്ത് ചെയ്യണം? 25 - 5k is equal to -35 കൊടുക്കുക. എന്നിട്ട് സോൾവ് ചെയ്യാം കേട്ടോ. കിട്ടിയാ?
ഇനി നിങ്ങൾ മെട്രിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്ക് കേട്ടോ. ഫസ്റ്റത്തെ ചെയ്തതൊക്കെ എന്തൊക്കെ ചെയ്തതെന്ന് നല്ലത് ജസ്റ്റ്. അത് നോക്കിയിട്ട് ഏഹ് അതെന്തൊരു പെൻസിൽ തന്നെ പെൻസിൽ. വർത്താനം പറയാനല്ല പറഞ്ഞത്. എന്താടാ ആ ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടാവും. ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടാവും. കൊടുത്തത് എന്തിനാണ്? അല്ല, ആ ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടാവും. ആ അതാണ്. നിങ്ങക്ക് ബൈൻഡ് ചെയ്ത് തന്നെയല്ലേ കിട്ടിയത്? ആ, ഇത് തന്നെയാണ് ഇത്. ഈസി. സൊല്യൂഷൻ ആണ്. ഓക്കെ. Association. Degree of association. I minus 1 by association. 1 by n minus 1. നോക്കിക്കേ, എല്ലാ ടോപ്പിക്സും ഒന്ന് നോക്കിക്കേ. മെട്രിക്സിന്റെ അടുത്ത് നോക്കുക. ടെക്സ്റ്റ് ഉണ്ടോ കയ്യില്? അത് നോക്കിക്കേ. ഇവിടെ ടെക്സ്റ്റ് ഇല്ല. ശരി, ഞാൻ ടെക്സ്റ്റ് ആകെ വരുമ്പോൾ ശരി ടെക്സ്റ്റ്. നിങ്ങൾ ഇത് ചെയ്യുമ്പോ ആൻസർ വിളിച്ച് പറയാൻ കേട്ടോ. ചെയ്തവരെന്നെ കാണിച്ചാൽ മതി കേട്ടോ. Show that Nanta has. ചെയ്തോടിക്കോ. ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ എന്നെ കാണിക്കണേ.
ഒരു മിനിറ്റ്. ഏതാ റെഡ് ഇങ്ക് ഉണ്ടോ? ആ ഇവിടെ വന്ന് ചോദിക്കണം എപ്പോഴാ പോണം. ഇവിടെ വന്ന് പൊട്ടിയാ മതി. എന്തോ ഇല്ല, അതിലേതെങ്കിലും ഒരെണ്ണം വെച്ചിട്ട് ചെയ്യും. Two values are already published. ഫസ്റ്റത്തെ കഴിഞ്ഞോ? ഫസ്റ്റ് കഴിഞ്ഞൊരു കാണിച്ച്. ഇതിനൊക്കെ മൾട്ടിപ്ലൈ ചെയ്തപ്പോ മൈനസ് ചെയ്തായിരുന്നോ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെയ്തായിരുന്നോ? ഇതൊന്ന് ചെക്ക് ചെയ്യണം. ഇത് കുഴപ്പമില്ല. ഇത് എ സ്ക്വയർ -1 0 0 -1 എന്ത് പറ്റി നിനക്ക്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എത്ര കിട്ടിയോ? ഇതൊന്ന് നോക്കണേ. എ സ്ക്വയർ എത്ര കിട്ടി എനിക്ക്? സ്ക്വയർ 1 1 1 2. ബി സ്ക്വയർ -1 ബി സ്ക്വയർ ഇതല്ലേ? പിടിച്ചോടാ. ബി സ്ക്വയർ -1 0 0 -1 ആണേ. ഇവിടെ എന്ത് പറ്റി? എ സ്ക്വയർ 1 1 1 2 ബി സ്ക്വയർ -1 0 -1 കറക്റ്റേ. കൊണ്ടുവന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അവിടെ എ പ്ലസ്. ഇവിടെ തെറ്റുണ്ടേ. 2 1 1 3 ആണ്. ഇത് 2 -1 അല്ലേ വരുള്ളൂ. അവിടെ തെറ്റി. ഇത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധ പോയാ? അപ്പൊ ഇവിടെ ഒന്നും അല്ലേ? 2 1 1 3 അതാരാ? ഏതാ?
വെരി ഗുഡ്. എല്ലാം അങ്ങനെ വളരെ ഇക്വേഷൻ ചെയ്യേണ്ട ആവശ്യം. എന്താണ് ഇത്? എക്സ് ആണോ അതിന്റെ? ഇത് എക്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞല്ലോ. എന്റെ അമ്മേ, ഇല്ല വരാം. കഴിഞ്ഞാ അടുത്ത തീരെ കഴിഞ്ഞാ? അടുത്ത ക്വസ്റ്റ്യൻ. Find the value of A inverse. ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ആ ഈ ഇക്വേഷനിലോട്ട് എടുക്കുമ്പോ 0 കിട്ടുന്നെന്ന് കാണിക്കണം. അപ്പൊ എന്നിട്ട് വേണം വാല്യൂ ഓഫ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനേ. ഏതാ? അത് -2. എന്തോ? A² - 3A - 7i. വെരിഫൈ ചെയ്ത് കഴിഞ്ഞവരെന്ന് പറയണേ. വെരിഫൈ ചെയ്താ 0 കിട്ടി. -ഇത്. ഇനി എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ അത് കാണിക്കണേ. ഇക്വേഷനിൽ എ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണത്.
ഏതാ കൊണ്ടോ മാട്രിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്താ കഴിഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പക്ഷെ 3A ആ അത് ഓക്കെ മൈനസ് മാറ്റിട്ടല്ലേ നീ എഴുതിയത് അതിനോ വെരിഫൈ ചെയ്തിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. നീ എവിടെയെങ്കിലും തെറ്റിച്ചിട്ടുണ്ടോ ഇടയ്ക്ക് ഇതല്ലേ 22 എ സ്ക്വയർ എത്ര കിട്ടി എന്താ A square എത്ര? a square 22 9 minus 3 1 നെഗറ്റീവ് എല്ലാം മാറ്റിയോ അടുത്ത് 2 കിട്ടുമല്ലോ അല്ല ഇവിടെ 9 ആണ് ഇതല്ലേ അങ്ങനെ 9 കിട്ടിയത്. 5 3s are 15 15 minus 6 minus 6 3 into minus 2 15 മൈനസ് 6 അല്ലേ അവിടെ ഇനി മിണ്ടാണ്ടിരുന്നോ നീ അല്ലെ അടുത്ത് ഞാൻ തരും ഇപ്പൊ വെറുതെ ചെയ്ത് കഴിഞ്ഞവർക്ക് അത്ര നേരം ഫസ്റ്റ് എടുക്കാം ബാക്കി ഒരു ചെയ്യട്ടെ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരല്ലേ നിങ്ങള് ഇതെടുത്തൊന്ന് ഇടയ്ക്ക് മറിച്ചൊക്കെ നോക്കട്ടെ ഈ ബുക്ക് കേട്ടാ ഇടയ്ക്ക് ബുക്ക് എടുത്ത് മറിച്ച് നോക്കാൻ പറഞ്ഞതാ കഴിഞ്ഞോ വെരിഫൈ ചെയ്താ ബാക്കി ആര് ബാക്കി എങ്ങനെ ചെയ്യണത് ആ ഇക്വേഷൻ എന്ത് ചെയ്യണം മൊത്തം എന്ത് ചെയ്യണം ആ ഇക്വേഷനാ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് നിന്റെ തല അവന്റെ മുഖത്തായിരിക്കണ അവനോട് ചോദിക്കണ എ ഇൻവേഴ്സ് വെച്ച് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാ ഇക്വേഷനാ ആ അപ്പൊ എങ്ങനെയോ ഒന്ന് എഴുതി കാണിച്ച് കിട്ടിയാ ചെയ് ഇതെന്താണ് ഈ ഓറഞ്ച് പെന്നൊക്കെ ഇട്ട് വന്നത് ഞാൻ ഇങ്ങനെ കാണുവോളൂ ഇത് ചെയ്തിയാ ചെയ്
ഇവിടെ നോക്കിക്കേ, ഏതോ ഒരു മെട്രിക്സിനാ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഇത് കിട്ടി. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ത് ഓർഡർ ആയിരിക്കും വരുന്നത്? എ മെട്രിക്സ് എന്ത് ഓർഡർ ആയിരിക്കും? അതായത് ഒരു മെട്രിക്സിന് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഈ മെട്രിക്സ് കിട്ടി. അപ്പൊ എയുടെ ഓർഡർ എന്തായിരിക്കും? ഇതെന്ത് മെട്രിക്സാ? 3/3. ഇതാ 3/1. അപ്പൊ എയുടെ ഓർഡർ 1/3. അപ്പൊ എ നമുക്ക് എങ്ങനെ എഴുതാം? XY Z. അപ്പൊ ഇതിന് പകരം നമ്മൾ ഈ XYZ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം കേട്ടോ. നീ എന്താ തെറ്റിച്ചാ? ഓർഡർ മാറ്റി. ആ ഈ എയുടെ വാല്യൂ ഇവിടെ കൊണ്ടിട്ട് കൊടുക്കാം, എന്നിട്ട് ഇതിനാകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇച്ച് ഈക്വൽ കമ്പയർ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. നീ എവിടം വരെ എടാ കണ്ടുപിടിച്ചാ? നീ പതിയെ ചെയ്താൽ മതി, ഇവര് എവിടെ വരെ എത്തട്ടെ പതിയെ. ഏതോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്ത് കിട്ടും? 3/3 മെട്രിക്സ് കിട്ടും. എന്ത് പറ്റി? ഈ രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ 3/3 മെട്രിക്സ് കിട്ടും. മനസ്സിലായോ നിനക്ക്? അതായത് നോക്കിക്കേ, 3/1 മെട്രിക്സ് ആണ് ഇത്. ഈ മെട്രിക്സിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ 3/3 മെട്രിക്സ് കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എയുടെ ഓർഡർ എന്തായിരിക്കും? നമ്മൾ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ അതിന്റെ ഓർഡർ പറഞ്ഞോ? 1/3. അപ്പൊ 1/3 ആയതുകൊണ്ട് നമ്മൾ XYZ എടുത്ത് നമുക്ക് എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണം? എയുടെ വാല്യൂ കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കണം. അപ്പൊ ഈ എക്ക് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് ഇതും ഈ എയും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു ഇത്. അത് വേണമെങ്കിൽ എഴുതാം അടുത്ത സ്റ്റെപ്പിൽ കേട്ടോ. ഈ 413 XYZ which is equal to ഇത്. മെട്രിക്സ് ഒക്കെ എഴുതിയത് -1 2 കിട്ടിയാ? എനിക്ക് കിട്ടിയാടാ? മൾട്ടിപ്ലൈ ചെയ് ഓരോ എലമെന്റ്സ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോ നോക്കടാ, ഈ 4 വെച്ചിട്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, അപ്പൊ 4 × X 4X ഇവിടെ എഴുതി, പിന്നെ 4 × Y 4Y 4 × Z 4Z. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അങ്ങനെ കേട്ടോ.
കിട്ടിയാടാ എടാ കിട്ടിയാ അടുത്ത ക്വസ്റ്റ്യൻ. എക്സാം നാളെ നാളെയോ എക്സാം ഞാൻ വെക്കേഷന് മുന്നേ ഒരു ദിവസം അപ്പൊ പുതിയ ഇന്നിപ്പോ രണ്ട് ക്വസ്റ്റ്യൻസ് ഇല്ല ഒരു മെട്രിക്സ് ഉണ്ടായിരുന്നു നാളെ പുതിയ
കഴിഞ്ഞോ? പേപ്പർ കിട്ടിയാ? ക്ലാസ് തുടങ്ങിട്ട് നാളെ തുടങ്ങും. ആ അടുത്ത തുടങ്ങിയിട്ട് മതിയോ? നാളെ മറ്റേ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് തുടങ്ങും. സെറ്റ് പഠിച്ചല്ലേ നിങ്ങൾ +1? ഒന്നും ഓർമ്മയില്ലേ? ട്രിഗണോമെട്രിയുടെ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി വെച്ചേക്കെ, ഓർക്കണ്ട. എന്നിട്ടത് കുറേശ്ശെ പഠിച്ചു തുടങ്ങിക്കോ ഇക്വേഷൻ ഒക്കെ. ഇവിടെ നോക്കിക്കേ, ഒരു മെട്രിക്സ് വന്നിട്ടുണ്ട്. ഇത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറഞ്ഞേക്കണം. എന്താ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -A ആയിരിക്കും. നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് A, B, എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് A ട്രാൻസ്പോസ് എടുക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു -A എന്ന് എഴുതുക, സോൾവ് ചെയ്യാം. ചെയ്യാലോ? മനസ്സിലായ എന്താ? A ട്രാൻസ്പോസ് എടുക്കുക ഫസ്റ്റ്, ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? -A എന്ന് എഴുതുക, എന്നിട്ട് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. ചെയ്തു. അപ്പൊ ക്വസ്റ്റ്യനിൽ ഇതൊന്നും പറയില്ല, ആകെ ഇത് മാത്രമേ പറയുള്ളൂ. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്, അങ്ങനെയാണെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കാൻ മാത്രമേ പറയുള്ളൂ കേട്ടോ. അപ്പൊ സിമെട്രിക് മെട്രിക്സ് ആയിരുന്നെങ്കിലോ? നിങ്ങൾക്ക് എക്സാമിന് ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആണോ? നിങ്ങളോടാ?
50% വെച്ചിരിക്കും കഴിഞ്ഞു. So, എല്ലാ means and everything അതിന് detail ആയിട്ട് ഉപയോഗിക്കും. എനിക്ക് A കിട്ടിയപ്പോൾ ഞാൻ കിട്ടിയാ? എയുടെയും ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചാ? സിയുടെ എയുടെ വാല്യൂ എന്താ? ആ കഴിഞ്ഞ ലാസ്റ്റ് വീട്ടില് 6:30 വരെ ഉണ്ടടാ. 5:45 അതിന് മടിയാ, മാത്സ് ചെയ്യണല്ലായിരുന്നു. എന്താ ഒരു സംഭവത്തിന്റെ വാല്യൂ ഇതിന്റെ 2 പ്ലസ് 3 അങ്ങനെ അത് എവിടെ ഉപയോഗിക്കാൻ ട്രിഗണോമെട്രി ആപ്ലിക്കേഷൻ ട്രിഗണോമെട്രി ആക്ച്വലി കുഴപ്പമില്ല. ട്രിഗണോമെട്രി അത് പോയി അതെവിടെ ഉപയോഗിക്കാണ് സത്യം അതിന് 10ാം ക്ലാസ്സിൽ ജസ്റ്റ് തുടക്കം മാത്രമേ ഉള്ളൂ ട്രിഗണോമെട്രി. പത്താം ക്ലാസ്സിൽ പോയി 10 ദിവസം ഉണ്ടാകുമ്പോൾ ഞാൻ ആദ്യത്തെ 5 മാത്രം പഠിച്ചിട്ടുണ്ട്. അവസാനത്തെ 5 മാത്രം വന്നു ഞാൻ അത് പഠിച്ചു. ഞാൻ ഓർത്ത അതാ വേണ്ട അതാ വന്നത്. എക്സ്ട്രാ എനിക്ക് ട്രിഗണോമെട്രി RHS ടാൻജീന്റ് കിട്ടുന്നത്. എനിക്ക് കുറെ വഴികൾ ചെയ്ത് കിട്ടുന്നില്ല. അവസാനം എക്സ്ട്രാ ടാൻജീന്റ് കിട്ടി പ്ലസ് കഴിഞ്ഞ അവന് കിട്ടിയില്ലേ? എടാ കിട്ടിയില്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. എക്സ്പ്രസ് ദ മെട്രിക്സ് ആസ് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എങ്ങനെയാണ് സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ആക്കിയായിരുന്നു? പ്ലസ് ഹാഫ് ഓഫ് എ വേണ്ട. അതായത് ഒരു മെട്രിക്സിന് നമ്മൾ സം ഓഫ് അത് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എ എന്ന് പറഞ്ഞ് കിട്ടും. സിമെട്രിക് ആണോ? ആ അപ്പൊ നിനക്ക് നല്ല മാർക്ക് ഉണ്ടാവും. എക്സ്പ്രസ് ദ മെട്രിക്സ് ഇതാ 1 sum of symmetric and skew symmetric matrix. നിങ്ങളെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരെ യൂസ് ചെയ്തെടുക്കാം. ആരാ AI-ക്കാര്? എന്താ? എങ്ങനെ എഴുതണ? ഹാഫ് എ പ്ലസ് എ ഈസ് ഈക്വൽ ടു ഹാഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ്
A minus A transpose. കഴിഞ്ഞോ? എങ്ങനെ കിട്ടി? 2 2 5/2 2 - 1 3/2 ആഡ് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്തായിരുന്നോ? എല്ലാവർക്കും സെയിം ആണോ കിട്ടി ആഡ് ചെയ്തപ്പോ? അല്ലേ ഞാൻ വേറെ വഴി. ഹാഫ് കോമൺ ആയി. ഏതന്നെ കിട്ടിയാ ലാസ്റ്റ്? നിങ്ങൾക്ക് ആകെ എളുപ്പമുള്ള ചാപ്റ്റർ ഇതൊക്കെ ഉണ്ടോ? മാട്രിക്സ്, ഡിറ്റർമിനൻസ്, ട്രിഗണോമെട്രി ഒക്കെ ലെക്ക് പോലെ ഇരിക്കും. ട്രിഗണോമെട്രി ഇല്ലല്ലോ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി അല്ലേ? ഇക്വേഷൻസ് ഒക്കെ പഠിച്ചാൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരുമല്ലോ ഉള്ളിലോട്ട് ഇട്ട്. ചിലപ്പോൾ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. പുറത്ത് മീൻസ് ടെക്സ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കാമല്ലോ, പ്രൂവ് ചെയ്യാനൊക്കെ. ടെക്സ്റ്റിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാൻ പറയും നിങ്ങളടുത്ത്. അപ്പൊ ഒരു ലോജിക് വെച്ചിട്ട് അങ്ങനെ ഇല്ല. ഡിറ്റർമിനന്റിന്റെ ആണേ. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലിരുന്ന് ചെയ്യൂലല്ലോ. അതാ വീട്ടിൽ നിങ്ങൾ ഈ ബുക്ക് വെറുതെ വെച്ചേക്കാൻ എനിക്ക് മനസ്സിലായി.
ടെക്സ്റ്റ് ഞാൻ വായിക്കും എനിക്ക് ആക്ച്വലി ഇതിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റില്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണതൊക്കെ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ചെയ്യും അപ്പൊ? ആ ഇങ്ങനെ കണ്ടാ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനാണ് കേട്ടോ. ഇങ്ങനെ മാത്രമേ തരുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പറിലെ കേട്ടാ. ചിലപ്പോ ഇവാലുവേറ്റ് ഒന്നും ഉണ്ടാവില്ല. ആ ഇത് വന്നിട്ട് ഈക്വൽ ടു ആയിരിക്കും ഇട്ട് തന്നെ. ആ അപ്പൊ എല്ലാരും പറയും ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് അല്ലാന്ന്. ആ എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 2. x cube minus x square plus 2. ചെയ്തായിരുന്നോ? First adding the x square x y x plus y plus z is equal to 6 over here. Like and the x minus y into y minus z. Find it.
പ്ലസ് ആവും അങ്ങനെയാണ് മൈനസ്. വൺ ടു reverse on the minus 3 minus 2 minus 4 2 1 2 2 1 3 right minus a2 a2 minus 4 ആണ് മൈനസ് ഇവിടെ മൈനസ് 4 ആണ് പിന്നെ ഇവിടെ 3 ആണ് നിങ്ങൾ മറ്റേ ട്രിക്ക് വഴിയല്ലേ ഇത്? ഇവിടെ 0 ആണ്. അവിടെ 2 അല്ല ഇവിടെ 0. അല്ല 2 കഴിഞ്ഞോ? കഴിഞ്ഞോ? ഭയങ്കര തിരിഞ്ഞ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ 1 2 0 നീ എത്ര പ്രാവശ്യം വിചാരിച്ചു -1 -2 -3 0 -2
0 minus minus 2 plus 2. 1 minus 1 plus 2 minus 1. അതെ നീ ഇങ്ങനെ ചെയ്തു പോകുമ്പോ അതിന് താഴെ ഓ പക്ഷെ താഴേക്കാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്പോർട്ട് കിട്ടിയില്ല ആ മെത്തേഡ് ചെയ്യണേ. minus 1 minus 2 minus 3 0 minus 2 ഈ മെട്രിക്സിന് നാല് minus 1 plus 2 1. അടുത്തത് എന്നിട്ട് ഓരോ ആദ്യം Minus 1 minus 2 ഇങ്ങനെ പിന്നെ അടുത്തത് ഈ കഥ ആ ടൂറിന് ഇവിടെ അടുത്ത വർഷം 2 ഇവിടെ ഇങ്ങനെ മൈനസ് ഒരു കാര്യം Ion transfer 0 minus 1 minus 4 plus 2 minus 1 plus 2 അരുന്ധതി ആ പേരെടുത്തേക്കണം. ഇവിടെ ഇരിക്കണ റെഡ്. എന്താ കാണിക്കേണ്ടത്? ഈ 3 പോയിന്റ്സും ഒരു സ്ട്രേറ്റ് ലൈനിലല്ല വരുന്നതെന്ന് കാണിക്കണം. അപ്പൊ എന്താ ഏരിയ ഈക്വൽ ടു എന്തായിരിക്കും? ഒരു സ്ട്രേറ്റ് ലൈനിലായിരുന്നെങ്കിൽ എന്തായിരുന്നാലേ ഇതിന്റെ ഏരിയ 2 പോയിന്റ്സ് എടുക്കുമ്പോ അതിന്റെ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പൊ നമ്മള് ഏരിയ ഈക്വൽ ടു നോൺ സീറോ ആണെന്ന് കാണിച്ചാൽ മതി. മനസ്സിലായോ? നമ്മൾ മറ്റേ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഫോർമുല യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇത് വെച്ചിട്ട് ഈ 3 വെർട്ടിസസ് വെച്ചിട്ട് അതിന്റെ ഇത് ഏരിയ എടുക്കുമ്പോഴത്തേക്കും അത് എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. നോൺ സീറോ ആയിട്ട് വരും. ഏരിയ ഈക്വൽ ടു 0 വരുവാണെങ്കിൽ എന്താ ഇതിനകത്ത് നിന്ന് കൺക്ലൂഡ് ചെയ്യേണ്ട? സ്ട്രേറ്റ് ലൈനിലായിരിക്കും. ഏരിയ നോൺ സീറോ വന്ന അവരെന്തായിരിക്കും? ഏരിയ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ സ്ട്രേറ്റ് ലൈനിലായിരിക്കും. നോൺ സീറോ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ട്രയാങ്കിൾ ആയിരിക്കും.
കിട്ടിയോ? 10a plus 7 by 10a plus 7 by 10 plus 7. ഏത് വേണം? ആ ഓ. അതിന്റെ എന്താ ഏരിയ തന്നിട്ടുണ്ടോ? അതെ. ഏരിയ നോട്ട് ഈക്വൽ ടു 0. ഈ ക്വസ്റ്റ്യനിലെ റോ ഓപ്പറേഷൻ വരുന്നുണ്ട്. നിങ്ങളത് പഠിപ്പിച്ചിട്ടില്ലല്ലോ. റോ ഓപ്പറേഷൻസ്, എലമെന്ററി ഓപ്പറേഷൻ, ട്രാൻസ്ഫോർമേഷൻ. അതെനിക്കില്ല, ഔട്ട് ഓഫ് സിലബസ്. കാരണം അത് വെച്ചിട്ട് ക്യാൻസൽ അത് ചെയ്യട്ടെ. എന്തായാലും നിങ്ങൾ ചെയ്യണ്ട, അവർ ചെയ്യട്ടെ. ചെയ്ത് നോക്കട്ടെ. ചെയ്ത് നോക്കിക്കോ. എന്താ അതെന്താന്നാ, ഈ എലമെന്ററി ഓപ്പറേഷൻ വഴിയായിട്ട് നമ്മൾ ഏനെ മൊത്തം ക്യാൻസൽ ചെയ്ത് കളയും. എലമെന്ററി ഓപ്പറേഷൻ എനിക്ക് ഇല്ലല്ലോ പഠിക്കാൻ. എയുടെ വാല്യൂ എ ക്യാൻസൽ ആക്കി കളയും ഫുള്ള്. ആൻസർ 7/2 ഏരിയ. നിങ്ങൾക്കിപ്പോ എന്താ വന്നത്? 10a plus 7/2. ഭയങ്കര നീണ്ട്. അപ്പൊ എക്സാം കഴിഞ്ഞ് ക്ലാസ് തുറന്നു വരുമ്പോഴായിരിക്കും കേട്ടോ. 15 ആ സമയത്ത് എക്സാം. 15 ആയിരിക്കില്ല, ഏതെങ്കിലും ഒരു ദിവസം. നാളെ ഉണ്ടാവില്ല. എനിക്ക് 2 days അല്ലേ മാക്സിമം. പിന്നെ ട്യൂസ്ഡേ ഫ്രൈഡേ തേഴ്സ്ഡേ സാറ്റർഡേ നിങ്ങളുടെ സ്കൂൾ കഴിഞ്ഞ മാസം എല്ലാവർക്കും കിട്ടില്ല.
മാത്സ് ഫസ്റ്റ് പ്ലസ് ടു വെക്കേഷൻ നിങ്ങളുടെ ഒരാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ് പക്ഷെ അത് കോളേജിൽ അല്ല അങ്ങനെയല്ല, 6ാം തീയതി കഴിഞ്ഞ ക്ലാസ് എടുത്താൽ മതി. നിങ്ങളുടെ വാല്യൂഷൻ ഒക്കെ പുറത്തൊന്നല്ലേ, ഔട്ട്സൈഡ് ഇന്ത്യ അല്ലേ? ഔട്ട്സൈഡ് കേരള അല്ലേ? അല്ലേ? നിങ്ങളോട് എന്താ പറഞ്ഞത്? അത് നിങ്ങളുടെ സ്കൂളിലല്ലാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ? ചെയ്തേ find the value of x. x equal to ചെയ്ത് നോക്കുന്നു. ഡിറ്റർമിനന്റ് ആണ്, മെട്രിക്സ് അല്ല, ഡിറ്റർമിനന്റാ. ഇത് നോക്കണോട്ടെ, മെട്രിക്സ് അല്ല, ഇത് ഡിറ്റർമിനന്റാ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ക്വസ്റ്റ്യൻ വരേണ്ട ആവശ്യമില്ലല്ലോ. Plus or minus? ലാസ്റ്റ് ക്വസ്റ്റിന് ഫസ്റ്റ് കണ്ടുപിടിക്കുക. പാർട്ട് 2 എടുത്തായിരുന്നോ ടെക്സ്റ്റ്?
കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഫംഗ്ഷൻ എന്താന്നൊക്കെ പഠിച്ചായിരുന്നോ? ചുമ്മാ ഡിസ്ക്രൈബ് ചെയ്ത് function, the relation, where all the domain does not have, does not all elements of domain has does not have, unique image. does not have more than one. തുടക്കം ജസ്റ്റ് കുറച്ച് ഇൻട്രോ മാത്രമല്ലേ പഠിച്ചത്? Other types of functions. Other Signal function, identity function, integer function, various integer function, modulus function. അതൊന്നും പേര് അറിയില്ല. we have a real function, we have a variable function. Adjoint is ഇതാണ് minus 1 1 1 1 minus minus 1 1 1 1 minus 1 1 1 1 minus 1. This symmetric ഏൻ വെച്ച് കണ്ടുപിടിച്ചാ? വിറ്റമിൻ എത്ര കിട്ടിയാ? what to 1/2. ഏൻ വെച്ച് ഇത് കിട്ടേ കിട്ടിയാ? എ സ്ക്വയർ എത്ര കിട്ടി? square 2 1 1 1 1 1 1 1 2 2 1 1 1 2 1 അല്ലേ? 1 1 2. 1 2 1. വെരിഫൈ ചെയ്താ? ഏൻ വെച്ച് കിട്ടിയാ? കഴിഞ്ഞില്ലേ? മറ്റേ ആ കുഞ്ഞ് കുറച്ച് പീസ് ആയിട്ടാന്നില്ലേ നിങ്ങക്ക് ഒരു ചാപ്റ്ററിന്റെ ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇത് ഇവിടെ നിന്ന് തന്ന മെറ്റീരിയൽസ്? അല്ല ഇതെന്താ ചെയ്തായിരുന്ന ഇത്? ഞാൻ ഈ ചാപ്റ്റർ കഴിയുമ്പോ വെക്കണമെന്നല്ലേ പറഞ്ഞ? ഈ ചാപ്റ്റർ ഇത് കിട്ടിയായിരുന്ന ഇയാൾക്ക്? കിട്ടിയില്ലല്ലോ, അത് മേടിച്ചു തരാവേ. പറഞ്ഞില്ലേ ഞാൻ?
എനിക്കൊന്നും വേണ്ട. ഞാൻ ഓർമ്മിപ്പിക്കാം. സബ്മിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, നാളെ submit ചെയ്യാം. നാളെ നാളെ class ഉണ്ട്. നാളെ Class ഉണ്ട്. എനിക്ക് പോയില്ല. ഒരു കാര്യം ചെയ്യേ, 3.3 നാളെ വരുമ്പോ ചെയ്തോണ്ടോ കേട്ടോ. Full വേണ്ട. ഫുൾ വേണോ? വേണ്ട, 3.5. ഫുൾ വേണമെങ്കിൽ ഫുള്ള് വരാം. 3.5 കാണും. ചെയ്യണം. എനിക്ക് ക്ലാസ് ഉണ്ട്. നാളെ ക്ലാസ് ഉണ്ടോ? എനിക്ക് സ്കൂളിൽ ഇവിടെ വന്നിട്ട് ചെയ്താ മതി. 4:30 വരില്ലേ ഇവിടെ കേട്ടോ. ചെയ്യാൻ പറ്റാത്തവര് ഇവിടെ വന്ന് ചെയ്യേ, ഇവിടെ വന്നിരുന്നേ. പറ്റുന്നവര് വീട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ. ഏതാ 3.5. 3.3. എനിക്ക് പോലെ ഇയാൾക്കല്ലേ ബുക്ക് കിട്ടാത്ത? ഇയാൾക്ക് കിട്ടിയായിരുന്നു ഈ ബുക്ക്? മറ്റേ ഇതുപോലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പോകല്ല, ഞാൻ അവളുടെ എടുത്തിട്ട് വരട്ടെ. അരുന്ധതി